നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വലിയ നാടകീയമായ സംഭവവികാസങ്ങൾ തലസ്ഥാനത്ത് അരങ്ങേറുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയ വാഹനം. ആ വാഹനം സ്വകാര്യ വാഹനങ്ങളാണ്, അവരുടെ കമ്പനി വാഹനമൊന്നുമല്ല. ആ വാഹനങ്ങളുടെ ഡ്രൈവർമാർ അവർ മലയാളികളാണ്. അവർ വാടകയ്ക്കെടുത്ത വാഹനത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത്. ആ വാഹനങ്ങളാണ് CPM പ്രവർത്തകർ യാതൊരു കാരണയും കൂടാതെ തല്ലിപ്പൊട്ടിച്ചത്. അതായത് ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് കഴിഞ്ഞ ദിവസം അവിടെ ചില്ലുകൂട് പോലെ തകർന്നു വീണത്. അതിലൊരു ഡ്രൈവറിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിൻ്റെ ഡ്രൈവർ ലാലു, അദ്ദേഹത്തിൻ്റെ പ്രതികരണം നോക്കാം. ഞാനും ഒരു CPM അനുഭാവിയാണ്. കാർ തല്ലി തകർത്തവർക്ക് അത് അറിയില്ല. എൻ്റെ ജീവിത മാർഗമാണ് അവർ തല്ലി തകർത്തത് എന്നാണ് ഈ ഒരു കാറിൻ്റെ ഡ്രൈവർ ലാലു പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ആ ഒരു പരിഭ്രമം, അതായത് ആ ഒരു ആശങ്ക, ആ ഒരു പതർച്ച ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. ആ വാക്കുകളിൽ മുഴങ്ങി കേൾക്കാമായിരുന്നു. അത് നമുക്കറിയാം. ഒരു ട്രിപ്പ് കിട്ടുന്നു, അവർക്ക് അവരുടെ ഉപജീവന മാർഗമാണ്. അങ്ങനെ എത്തിയതാണ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക്. അവർ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവിടെ എത്തുന്നു. തിരിച്ചു മടങ്ങിയപ്പോൾ സംഭവിച്ചത് അവരുടെ ജീവിതമാർഗം, ഉപജീവന മാർഗം പോലും തകരുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ കയറിയ കാറുകളാണ് CPM പ്രവർത്തകർ അടിച്ചു തകർത്തത്. ആക്രമണത്തിന് ശേഷം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ ഡ്രൈവർമാരുടെ കാർ ഉൾപ്പെടെ എത്തിയത്. പ്രത്യേകിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ ആക്രമണം നേരിട്ടത് ലാലുവിൻ്റെ കാർ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ആക്രമിക്കപ്പെട്ട വാഹനങ്ങൾ ഇവിടേക്ക് തന്നെ നേരെ എത്തുകയായിരുന്നു. ഇത്രയും ആളുകൾ ഒന്നിച്ച് ആക്രോശിച്ചു വന്നപ്പോൾ ഭയന്നുപോയി എന്നാണ് ലാലുവിൻ്റെ പ്രതികരണം. നമ്മൾ സാധാരണ പാർട്ടിക്കാരും തൊഴിലാളികളും ഒക്കെയാണ്, ടാക്സി ഓടിച്ച് ജീവിക്കുന്നവരാണ്. അത് ആക്രമിച്ചവർ ആരും നോക്കുന്നില്ലല്ലോ. നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ EDയുടെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ കാശ് മുടക്കി വാങ്ങി ഓടിക്കുന്ന വണ്ടിയാണ്. അതാണ് അവർ അടിച്ചു തകർത്തത്. വിഷമമുണ്ട്. പരിശോധന കഴിഞ്ഞ് പോകാൻ സമയത്ത് ED ഉദ്യോഗസ്ഥർ വഴി ക്ലിയർ ആണോ എന്ന് ചോദിച്ചിരുന്നു. എല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സംഭവം ആകെ മാറി. എല്ലാവരും കൂടി വളഞ്ഞു. പോലീസിന്റെ കയ്യിൽ സംഭവം നിന്നില്ല. അവിടെ പോലീസ് ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും തടയാൻ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നു ആക്രമണം ഉണ്ടായത്. വണ്ടി അവർ ആക്രമിച്ച് തകർത്തതെന്നാണ് ലാലു വേദനയോടെ പറയുന്നത്. സാധാരണയായി ED ഉദ്യോഗസ്ഥർ ഇത്തരം റെയ്ഡുകൾക്കും പരിശോധനകൾക്കും പോകുമ്പോൾ ടാക്സി കാറുകൾ വാടകയ്ക്ക് വിളിക്കുകയാണ് പതിവ്. ലാലുവിന്റെ കാറും അങ്ങനെ വാടകയ്ക്ക് വിളിച്ചതാണ്. അത്തരത്തിൽ അവരുടെ ഉപജീവന മാർഗം കൂടി കഴിഞ്ഞ ദിവസം തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ED ഉദ്യോഗസ്ഥർക്കായി വാടകയ്ക്ക് കാർ നൽകിയവർ CPM പ്രവർത്തകരുടെ ആക്രമണം കാരണം പെരുവഴിയിലായിരിക്കുന്ന അവസ്ഥയിലാണ്. 3 കാറുകളാണ് ആക്രമണത്തിൽ തകർന്നത്. തന്റെ കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തെന്നും ഇത് ശരിയാക്കാൻ ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരുമെന്നുമാണ് മറ്റൊരു കാറിന്റെ ഉടമയായ ശ്യാംരാജിന്റെ പ്രതികരണം. ഇതിനുള്ള പണം ആര് തരുമെന്ന് അറിയില്ല എന്നും ശ്യാംരാജ് പ്രതികരിക്കുന്നു. തൽക്കാലം കാർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തലേന്ന് രാത്രി അറിയിച്ചതിനെ തുടർന്നാണ് പുലർച്ചെ 6-ന് ഉദ്യോഗസ്ഥരുമായി പിണറായി വിജയന്റെ വീട്ടിലെത്തിയത്. മുൻപ് EDക്ക് വേണ്ടി കാർ നൽകിയിട്ടുണ്ട്. റെയ്ഡ് കഴിയുമ്പോൾ പുറത്തേക്ക് പോകാൻ പോലീസ് എല്ലാ സൗകര്യവും ഒരുക്കുമെന്നാണ് കരുതിയത്. പക്ഷേ സമരക്കാർ വളഞ്ഞതോടെ അവർക്കും ഇടപെടാൻ സാധിച്ചില്ല. കല്ലും കമ്പും ഉപയോഗിച്ച് ചില്ലുകൾ അടിച്ചു തകർത്തു. കണ്ണിലും കയ്യിലും ചില്ലുകൾ പതിച്ചു. ഈ ഒരു ഡ്രൈവർമാരിൽ ഒരാൾക്ക് കണ്ണിന് പരിക്കേറ്റിരുന്നു. ആശുപത്രിയിലെത്തിയാണ് ഈ ഒരു ശരീരത്തിൽ പതിച്ച ചില്ല് നീക്കിയതെന്നും ശ്യാംരാജ് പ്രതികരിക്കുന്നു. കാറിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിലേക്ക് പോയെന്നും ശ്യാംരാജ് വ്യക്തമാക്കി. ഈ പരിശോധന, EDയുടെ പരിശോധന മണിക്കൂറുകളോളം നീണ്ടതോടെയാണ് അക്ഷമരായ പ്രവർത്തകർ വീടിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇത് തടയാൻ പോലീസിന്റെ ദ്രുതകർമ്മസേന രംഗത്തിറങ്ങി. ഇതോടെ സംഘർഷം കടുക്കുകയുണ്ടായി. തുടർന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. സുരക്ഷാ സന്നാഹത്തിന് മേൽനോട്ടം വഹിച്ച 2 ഡെപ്യൂട്ടി കമ്മീഷണർമാർ മുന്നിലുണ്ടായിരുന്നു. സംഘർഷം ഉണ്ടാവില്ലെന്ന് നേതാക്കൾ ഉറപ്പ് നൽകിയ വിവരം പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് വീടിന് പുറത്തിറങ്ങാൻ ED സംഘം തയ്യാറായത്. 2:45 ഗേറ്റ് തുറന്ന് 3 വാഹനങ്ങളായി ED CRPF സംഘം ഇറങ്ങി. ആദ്യ വാഹനത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥയും 4 ED ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ വാഹനം ഗേറ്റ് കടന്ന് റോഡിൽ ഇറങ്ങിയതിന് പിന്നാലെ പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ എത്തുകയായിരുന്നു. തടയാൻ നേതാക്കൾ ശ്രമിച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. കാറിന്റെ ബോണറ്റിൽ അടിച്ച പ്രവർത്തകർ കൈകൊണ്ട് ഇടിച്ച് ചില്ല് തകർത്തു. ഇതിനിടയിൽ ഇഷ്ടികയൊക്കെ കൊണ്ട് എറിയുന്നുണ്ടായിരുന്നു. വളഞ്ഞിട്ടുള്ള ആക്രമണത്തിൽ കാറിന്റെ 4 വശത്തെയും ചില്ലുകളാണ് പൊട്ടിച്ചിതറിയത്. പിന്നാലെ കാറിനുള്ളിലേക്ക് കൈയിട്ട് ഉദ്യോഗസ്ഥരെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇറങ്ങിയ വാഹനത്തിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. എല്ലാം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുന്നിൽ സംഭവിച്ച
സംഭവിച്ച കാര്യങ്ങളാണ്. പോലീസ് ബലം ഉപയോഗിച്ച് ഇവരെ നീക്കുകയുണ്ടായി. എന്തായാലും ആ ഡ്രൈവർമാരുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ജീവിക്കാൻ വേണ്ടിയാണ് അത് രാവിലെ വണ്ടിയുമായി ഇറങ്ങിയത്. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഉപജീവന മാർഗമാണ് ഈ ഗതിയിലായി കിടക്കുന്നതെന്ന് തകർന്ന കാറുകൾ നോക്കി ആ ഡ്രൈവർമാർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇനി ഇത് ആരാണ് ഇവർക്ക് ഈ നഷ്ടപരിഹാരം നൽകാൻ പോകുന്നതെന്ന ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. സമയത്തിന് അവർക്ക് കിട്ടും, അവരുടെ ഉപജീവന മാർഗമാണ് തകർന്നിരിക്കുന്നത്. ആ ഒരു കാറുകൾ സമയത്തിന് നന്നാക്കി കിട്ടുമോ, അവർക്ക് ഉപജീവന മാർഗം തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് മുഴങ്ങുകയാണ്. അതിനിടയിൽ ഒരു ഡ്രൈവർക്ക് കണ്ണിലും കയ്യിലും കാറിൻ്റെ ചില്ല് തെറിച്ച് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ശ്യാമിനാണ് പരിക്കേറ്റത്. കാർ പൂർണ്ണമായും തകർന്നു. മറ്റു 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുൻപ് തന്നെ ആക്രമണം നടത്തിയെന്നാണ് ഈ ഒരു ഡ്രൈവർമാരെല്ലാം പറയുന്നത്. മറ്റു 2 വാഹനങ്ങളിലെ ഡ്രൈവർമാർ തിരുമല സ്വദേശി ലാൽ ഗോപാലിനും വള്ളക്കടവ് സ്വദേശി ഷറഫുദ്ദീനുമാണ്. ശ്യാംരാജും ലാലും CIT യൂണിയനുമായി ബന്ധമുള്ളവരാണ്. ഏജൻസികളും സ്റ്റാൻഡുകളുമായി ഓടുന്ന ഇവർ പുലർച്ചെ തിരിച്ചതാണ്. പുലർച്ചെ പള്ളിപ്പുറം CRPF ക്യാമ്പിലെത്തി 8 ഉദ്യോഗസ്ഥരെയും കൂട്ടി നഗരത്തിലെത്തി. ഇവിടെ നിന്നാണ് ED ഉദ്യോഗസ്ഥർ ചേർന്നത്. ആദ്യം പുറത്തിറങ്ങിയ വണ്ടി എന്റേതായിരുന്നുവെന്നാണ് ശ്യാം പറയുന്നത്. EDയുടെ കൂടെ വന്ന ബാങ്ക് ഉദ്യോഗസ്ഥയും 2 വനിതാ CRPF ഉദ്യോഗസ്ഥരും ഒരു പുരുഷ CRPF ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഗേറ്റ് കടന്ന ഉടനെ ചുടുകല്ല് കൊണ്ട് മുന്നിൽ നിന്ന് ഗ്ലാസ്സിലെറിഞ്ഞു. ഇതേ സമയത്ത് തന്നെ വശങ്ങളിൽ നിന്ന് കല്ല് വന്നു. ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ആ സംഭവമൊക്കെ വളരെ ഭയാനകമായ കാര്യമായിട്ട് ഈ ഡ്രൈവർമാർ വിശദീകരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാവുന്ന നിമിഷങ്ങൾ, ഏത് രീതിക്ക് വേണമെങ്കിലും ഒരു കയ്യേറ്റം ഉണ്ടാകാവുന്ന തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയത്. അവരുടെ ഉപജീവന മാർഗം തടയപ്പെടുകയുണ്ടായി. എന്തായാലും അതിന് തക്കതായ ഒരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ സംഭവ വികാസങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. നല്ല പണി Come on.